ഞാൻ ഇനി പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 100-ലധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രവാസ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റും. പ്രവാസികളോടാണ് പറയുന്നത്. ഇവിടുത്തെ ജോലിപരമായിട്ടും മറ്റു ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലുള്ള ശ്രദ്ധക്കുറവാണ് പല ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഞാൻ ഇവിടെ പറയാം. താല്പര്യമുള്ളവർക്ക് അത് ഓക്കെയാണ് തോന്നുകയാണെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താം. ഒന്നാമത്തെ വിഷയം, നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശ ധാരണ നമുക്കുണ്ടായിരിക്കണം. ആ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമോ, അവിടെ സാലറി കറക്റ്റാണോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിക്ക് കയറാം. ഒരുപാട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, വിസിറ്റ് വിസയിൽ വന്നിട്ട് 1-2 വിസിറ്റൊക്കെ പുതുക്കിയിട്ട് അവസാനം ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസാന സമയത്ത് നമുക്ക് കിട്ടുന്ന ജോലിക്ക് ഇനി ഒന്നും നോക്കണ്ടെന്ന് നിലക്ക് കയറിന് ശേഷമായിരിക്കും അവിടുത്തെ വിഷയങ്ങളൊക്കെ അറിയാം. പിന്നെ അവിടുത്തെ അടുത്ത പ്രശ്നം അവിടുന്ന് മാറുന്നതായിരിക്കും. ഇതുവരെ ജോലി ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ ജോലി കിട്ടിയതൊരു പ്രശ്നമായി മാറാതിരിക്കാൻ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാം. ഒരു കമ്പനിയിൽ കയറിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് പ്രശ്നങ്ങളായി മുതലാളിനെ ഉറപ്പിച്ച് ഇങ്ങനെ സമയം കളയാനുള്ളതല്ല നമ്മുടെ വിലപ്പെട്ട ജീവിതം എന്ന് മനസ്സിലാക്കുക. അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ കരിയറിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ജോലിക്ക് കയറുക. രണ്ടാമത്തെ കാര്യം, പല പ്രവാസികളും നേരിട്ടിട്ടുള്ള വിഷയം, നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ സാലറി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മുതലാളിമാർ പൊതുവെ പറയും ഒരു 6 മാസം നോക്കാം, അത് കഴിഞ്ഞിട്ട് സാലറി കൂട്ടാം എന്ന് പറയും. മുതലാളിമാരതൊരു ഒഴുക്കം മട്ടിൽ പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്ന രീതിയിലൊരു വാക്ക് ഉപയോഗിക്കും. ഞാൻ പറയുന്ന മുതലാളിമാരോട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിച്ചെങ്കിൽ തൊഴിലാളികൾ അത് മനസ്സിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവിടെ കൊണ്ടെടുക്കും. 6 മാസം അവർ ജോലി ചെയ്യുന്ന പോലും 6 മാസം കഴിഞ്ഞാൽ സാലറി കൂട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിലായിരിക്കും. പക്ഷേ 6 മാസം കഴിയുമ്പോഴായിരിക്കും സാലറി കൂട്ടാൻ വേണ്ടി പറയുമ്പോൾ അത് വർക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് കൂട്ടാനുള്ള ഉദ്ദേശം മുതലാളിക്ക് ഇല്ലെങ്കിൽ ആദ്യം പറയാണ്ടിരിക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പല ആളുകളും അവർ മുതലാളിയുമായുള്ള ബന്ധം ഖറാബായതും അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായതും അവർ ലൈഫിൽ പ്രോബ്ലംസ് വന്നൊക്കെ ഈ ഒരു ഫേക്ക് ഓഫറിൻ്റെ പേരിലായിരിക്കും. ഞാൻ പറയുന്ന തൊഴിലാളികളെ സ്റ്റാഫുകളോട് നിങ്ങൾ പേപ്പറിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സാലറി കിട്ടുള്ളൂ. ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് അവർ സാലറി 6 മാസം കഴിഞ്ഞ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതിപ്പിക്കുക, എന്നാൽ കിട്ടും. അല്ലെങ്കിൽ അവർ പിന്നെ കരുണ ഉണ്ടെങ്കിൽ തന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിനുവേണ്ടി തല്ല് കൂടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങളൊരു കമ്പനി ജോലിക്ക് കയറുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3500 ദിർഹംസാണ് സാലറി എന്ന് വെക്കാം. നിങ്ങളോട് പറഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് 500 ദിർഹംസ് കൂട്ടാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നിങ്ങളെ കമ്പനിയിൽ ഇപ്പോൾ നിങ്ങൾ HR സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ നിലവിൽ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സൂപ്പർവൈസർക്ക് 4000 ദിർഹംസ് ആണെങ്കിൽ നിങ്ങൾക്ക് 3500 ഉള്ളെങ്കിൽ അയാൾ എത്ര സാലറി, അയാൾ 5-8 കൊല്ലമായി വർക്ക് ചെയ്യുന്ന കാര്യം, അയാൾക്ക് സാലറി കൂട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് സാലറി കൂട്ടാൻ ഒരു കമ്പനിയും സാധ്യതയില്ല. കാരണം അത് നിലവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ മെൻ്റൽ എന്താ പറയുക, മാനസിക സമ്മർദ്ദം കൂട്ടുക, അവർക്ക് ടെൻഷനാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇന്നലെ വന്ന അല്ലെങ്കിൽ 6 മാസം മുന്നേ വന്ന ആൾക്ക് 4000 കൊടുത്തു, അപ്പോൾ 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ പറയും എനിക്കെന്താ കൂട്ടാത്തതെന്ന് ചോദിച്ചിട്ട് അയാളുടെ കമ്പനിയുമായുള്ള റിലേഷൻ ഖറാബാവുന്നതുകൊണ്ട് കമ്പനികളൊന്നും അങ്ങനെ പൊതുവെ കൂട്ടാറില്ല എന്ന വസ്തുത മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ കമ്പനി മാറുക കാര്യങ്ങളൊക്കെ അത് പിന്നെ നിങ്ങളെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാൻ പറയുമെങ്കിൽ ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. അല്ലാതെ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് സമയം കളയരുത്. അതൊക്കെ ജോലിക്ക് കയറുന്നതിന് മുന്നേ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിൽ കഫ്റ്റീരിയ ഗ്രോസിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ പരാതി പറയും, ഇവിടെ സാലറി കുറവാണ്, മുതലാളി അങ്ങനെയാണ്. കറക്റ്റ് സാലറി കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങൾ മുതലാളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മുതലാളി പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചത് തൃപ്തിയാക്കണം. മുതലാളിമാരോട് ഞാൻ പറയുന്നു, കറണ്ട് ബില്ലും എത്തിച്ചല്ലാത്ത ബില്ലും ഒക്കെ അടച്ചതിന് ശേഷം കൊടുക്കേണ്ട സാധനമല്ല സാലറി. അത് നിങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് അവിടെ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ശാപം നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. മുതലാളിമാരോട് അതിനൊന്നും പറ്റാത്തൊരു ബിസിനസ് നടത്തേണ്ടതാണ്. എന്തിനാ ഇടങ്ങാറ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ തൊഴിലാളിയുടെ സാലറി കൊടുക്കണം. സാലറി ചോദിക്കുന്ന തൊഴിലാളിയോട് ഓനെന്തോ തെറ്റ് ചെയ്ത പോലെ സംസാരിക്കുന്ന മുതലാളിമാരുണ്ട്. അതൊന്നും ശരിയല്ല. കറക്റ്റ് സാലറി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റില്ലെങ്കിൽ പറയാം, മോനെ കച്ചവടമല്ല, നിങ്ങൾ വേറെ വിട്ടോളി, എന്നിട്ട് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുക. അങ്ങനെ ഒരാളുടെ അന്നം മുട്ടിക്കാൻ നമുക്ക് അധികാരമില്ല, നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ തൊഴിലാളികളോട് പറയുന്നത്, ഈ താല്പര്യമില്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മറ്റൊരു ലക്ഷണം, പ്രത്യേകിച്ച് കഫ്റ്റീരിയ ഗ്രോസറിയിലെ ഈ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വരുന്ന കസ്റ്റമേഴ്സിനോട് ഈ സ്വഭാവം കാണിക്കും. ലൈക്ക് ചായ ചോദിച്ചു വരുന്ന ആളോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ചായ കൊടുക്കും. ഈ ചായ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത, ഒരാൾ താല്പര്യമില്ലാതെ തന്നാൽ അത് കഴിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ കഫ്റ്റീരിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മുതലാളിമാർ കറക്റ്റ് സാലറി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കച്ചവടത്തെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പിരായി പറച്ചിൽ നടത്തുന്ന ആളുകളുണ്ടല്ലോ, പിരായി പറഞ്ഞിട്ട് ജോലി ചെയ്ത് ആ ശമ്പളം നാട്ടിൽ കഴിച്ചു കൊടുത്ത് അതുകൊണ്ട് കുട്ടികൾ
വളർന്നു വന്നാൽ അവരും ഗുണം പിടിക്കില്ല. കാരണം നമ്മൾ ചെയ്യുന്ന സംതൃപ്തിയോട് കൂടി ചെയ്തുണ്ടാക്കുന്ന, അത് ഹലാലാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ പിരായി പറഞ്ഞുണ്ടാക്കുന്ന ശമ്പളത്തിനേക്കാളും ഈ ചെയ്യുന്ന ജോലി ഒന്ന് ആത്മാർത്ഥമായ ജോലി നമുക്ക് കുറേ ടെൻഷനും കുറയും, പ്രഷറും പ്രമേഹമൊക്കെ പെട്ടെന്ന് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. നമ്മളിങ്ങനെ എന്തോ ഒരു 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 കഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ലിമിറ്റേഷൻസ് ബോധ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉയർച്ച ഉണ്ടാവും. നമുക്ക് അത്ര പഠിപ്പുള്ളൂ, അതുകൊണ്ട് ഇത്ര സാലറി കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ. അതാണ് എൻ്റെ റിയാലിറ്റി അല്ലേ. 4-ാമത്തെ പോയിന്റ്, ജോലി ഇല്ലാത്ത സമയത്ത് കണ്ണീരും പ്രാർത്ഥനയുമായി കഴിഞ്ഞ പലരും ജോലി കിട്ടിയാൽ പിന്നെ അതിനെ വില വെക്കാതെ സമയ കൃത്യനിഷ്ഠത പാലിക്കാതെ ഉഴപ്പി നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി അവിടെ മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ല, നമ്മളെ അനാസ്ഥ കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കി കേട്ടോ, ഞാൻ ഒരുപാട് ജീവിതങ്ങളെ കണ്ടെന്ന് മനസ്സിലാക്കി, നമുക്കൊരു 3 ചാൻസ് പഠിച്ചുകൊണ്ട് തരും. ഈ 3 ചാൻസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു കമ്പനി കയറി ആ കമ്പനിയിൽ നിന്ന് ഉഴപ്പി പ്രശ്നങ്ങളായി ടൈമിന് വരുന്നില്ല, കമ്പനി ക്യാൻസലാക്കി, അല്ലെങ്കിൽ വിസ പുതുക്കാൻ കമ്പനി തയ്യാറില്ല, കാരണം പെർഫോമൻസ് ഉഷാറല്ല എന്ന നിലയ്ക്ക്. അങ്ങനെ വീണ്ടും വേറെ കമ്പനി കുറേ കാലം ജോലിയില്ല പഠിച്ചവനെ വരുന്നൊരു ജോലിയും കൂടി കിട്ടി. അവിടുന്ന് ഇതുപോലെ ഈ കളി കളിച്ചാൽ ഈ റിസ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നമുക്കൊരു അന്നം അതിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ കഥ ചുരുക്കി പറയാം. അയാൾ ഇവിടെ ഒരു ഗവൺമെൻറ് കമ്പനി ജോലി ചെയ്യുന്നു. മാഷാ അല്ലാഹ്, നല്ല സാലറി കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ, സെറ്റപ്പൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആൾ, അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാളോട് ഒരു ദിവസം കമ്പനി പറഞ്ഞ്, ഒമാനിൽ നിന്ന് രാത്രി വരുന്ന കസ്റ്റമേഴ്സിന് നീ പോയി ബില്ല് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ആഴ്ചയിൽ 1-2 തവണ. അപ്പോൾ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നിയത്ര എന്തിനങ്ങനെ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യം, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വേറെ സ്ഥലത്ത് ജോലി കിട്ടില്ലോ എന്ന് തോന്നിയ പിറ്റേ ദിവസം അയാളെ ജോലി നഷ്ടപ്പെട്ടത്ര. ഒരു കർമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ കിട്ടിയ അനുഗ്രഹത്തിന് വില വെക്കാത്തതുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായം. അങ്ങനെ പിന്നെ ഒരു കൊല്ലത്തോളം ചങ്ങായി ജോലി ഇല്ലാണ്ട് നടന്നു. അപ്പോൾ വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ മാത്രമല്ല ജോലി എന്ന കാര്യത്തിന് ഒരു കണ്ടീഷൻ, ഒരു മാനദണ്ഡം, അതൊരു ലക്ക് കൂടിയാണ്. നമ്മളെ പോലെ നമ്മളെക്കാളും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പണിയില്ലാതെ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, പലിശൻ്റെ മേലെ പലിശയും കടം കയറിയിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്വപ്ന ജോലിയാണ് ഈ ജോലി മനസ്സിലാക്കിയിട്ട് റാഹത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി ജോലി ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സമാധാനം ഉണ്ടാവും, നമ്മളോട് കൂടെയുള്ള ആളുകൾക്ക് റാഹത്തുണ്ടാവും, കമ്പനികളാണെങ്കിലും നമ്മളെ കൊളീഗ്സിനൊക്കെ ഒരു സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റും. ഇതേ വിഷയം അടുത്ത പോയിന്റ്, 5-ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, മലയാളികൾ പെർഫെക്റ്റ് ആണെന്ന് പൊതുവെ മലബാരികളെ കുറിച്ച് നല്ലൊരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. എന്നാൽ വലിയ കമ്പനികൾ പലരും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, മലയാളികൾ വേണ്ട എന്ന് പറയുന്ന പല കമ്പനിക്കാരുണ്ട്. അതിന് കാരണം ഈ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, എവിടെയും ഉറച്ചു നിൽക്കാത്ത ആറ്റിറ്റ്യൂഡുള്ള മലയാളികൾ കൂടുതലാണ്. ഇപ്പോൾ ഈ ഫിലിപ്പീൻസിൽ നിങ്ങൾ കണ്ടില്ല, ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് രാവിലെ വന്ന് വൈകുന്നേരം വരെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കും. നമ്മളുടെ പല മലയാളികളുടെ പ്രശ്നം, കുറച്ചു നേരം ചായ കുടിക്കാൻ പോയി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ചിന്തകളെ നമ്മൾ ആദ്യം മാറ്റുക, എന്നാൽ തന്നെ നമുക്കൊരു മെച്ചം ഉണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇതൊക്കെ എൻ്റെ അനുഭവം, അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. 6-ാമത്തെ പോയിന്റ്, ഒരു ബോസിന് കീഴിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ബോസിനെയും അയാളുമായി ബന്ധപ്പെട്ടവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടി വരും. അത് അടിമത്തമല്ല. ഈഗോയും അഹങ്കാരവും ഉള്ളവർ ഗൾഫിലേക്ക് തന്നെ വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരം സ്വഭാവമുള്ള ആൾക്കാർ, ചില ആൾക്കാർ നാട്ടിൽ വലിയ തറവാട്ടുകാരുണ്ടാവും, വലിയ പഴയ കാലത്ത് അങ്ങനെയുള്ള വീട്ടുകാരും. ആ ഒരു തറവാടിത്തം എപ്പോഴും അയാളെ മനസ്സിലും ശരീരത്തിലും രക്തത്തിലുണ്ടാവും. നല്ലതാണ്, തറവാടിത്ത ബോധം ഒക്കെ നല്ല. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ജോലി ആവശ്യപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഡ്രൈവർ എന്ന നിലക്ക് കമ്പനി ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. കുറച്ച് വിനയത്തോടു കൂടി ആൾക്കാരുടെയൊക്കെ സംസാരിക്കുക. ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത്, ഒരു കുറച്ച് പ്രായമുള്ളൊക്കെ ആക്കുകയാണ്, അയാളെ ഒരു കമ്പനി ഡ്രൈവറായിട്ട് ഞാൻ ജോലി സെറ്റ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അയാൾ എവിടെ ചെന്നാലും അവിടെ മൊത്തം പ്രശ്നം, എവിടെ ചെന്നാലും അവിടെ അടി, എവിടെയും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല, അങ്ങനെ ഇങ്ങനെ. ഈ വിഷയം കൊണ്ടാണ് പല പ്രായമുള്ള ആൾക്കാരും കമ്പനികൾ ജോലിക്ക് എടുക്കാത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ജോലി ചെയ്തില്ലെങ്കിലും 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ കാലത്തെ പോലെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ കമ്പനിക്ക് നമ്മളല്ല ആവശ്യം, നമുക്ക് കമ്പനിയാണ് ആവശ്യം എന്ന റിയാലിറ്റി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ തന്നാലെ നന്നാവും. ഓക്കെ. നേരെ മറിച്ച് ഈഗോയും പ്രശ്നമുള്ള ഈ അഹങ്കാരമൊക്കെ ഉള്ള ആൾക്കാർക്ക് കമ്പനി മാത്രമല്ല, റൂമിലും ഓലുമായി ബന്ധപ്പെട്ട എല്ലാവരായിട്ടും ഒരു ഫൈറ്റിംഗ് ആയിരിക്കും. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു നോക്കും. പല ആൾക്കാരും ഇപ്പോൾ ജോലി ഇല്ലാതെ നടക്കുന്നതിൻ്റെ കാരണം അവരുടെ സ്വഭാവം ശരിയില്ല എന്നിട്ടാണ്. അത് നിങ്ങൾ മാറ്റിയാലേ നിങ്ങളെ പ്രശ്നങ്ങൾ അവസാനിക്കുള്ളൂ എന്ന്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, കമ്പനിയുടെ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാരും പറഞ്ഞില്ല, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ചെയ്യൽ നിർബന്ധമുള്ള കേസല്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഓക്കെ, അത്തരം ഒരു കാര്യമാണ്.
വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ വണ്ടി ക്ലീനായി കൊണ്ടെടുക്കുക. നിങ്ങളുടെ കമ്പനിയുടെ വണ്ടി ഉപയോഗം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ കമ്പനിയോടുള്ള ആറ്റിറ്റ്യൂഡ്, ജോലിയോടുള്ള ആത്മാർത്ഥതയൊക്കെ. കാരണം തിരക്കുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും വണ്ടി കഴുകാനൊന്നും പറ്റിക്കോണമെന്നില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ലീവുള്ള ദിവസം ഒരു 10 അരമണിക്കൂർ അതിന് ചിലവാക്കിയിട്ട് വണ്ടീൻ്റെ ഇൻസൈഡൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും, കച്ചറയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആയി കൊണ്ടെടുത്ത് നോക്കും. നിങ്ങൾക്ക് എന്ത് സമാധാനം ഉണ്ടാവും. അത് ഓഫീസിലാണെങ്കിലും അതെ, അതുപോലെ ഈ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ചെറുകിട സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്ഥാപനമൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി ഒന്ന് റീ ഓർഡർ ചെയ്ത് ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി നമുക്കൊന്ന് സമാധാനം ഉണ്ടാവും. ഈ വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെ ഫുൾ ടൈം നെഗറ്റീവായിരിക്കും. സ്വയം മാറുമ്പോൾ എല്ലാം ശരിയാവും എന്നർത്ഥം. അതോടൊപ്പം വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കമ്പനിയുടെ വണ്ടി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആ വണ്ടി വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ നിങ്ങൾ വേറെ കമ്പനിയുടെ വേറെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂസ് ചെയ്യുന്ന ടൈം നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്തിനാണെന്നറിയോ? നാളെ പിറ്റേന്ന് എന്തെങ്കിലും ഫൈന് വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാം തെളിയിക്കണമെങ്കിൽ പ്രൂഫ് ഉണ്ടായിരിക്കുന്നതല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പേര് പല ആൾക്കാരും വേറെ ആൾക്കാർ ഫൈൻ അടക്കേണ്ട കേസൊക്കെ എത്രയോ വന്നിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചാൽ നല്ലത്. അടുത്ത 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കമ്പനിയിൽ നിന്ന് ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിയോട് പറഞ്ഞിട്ട് മാത്രം ലീവ് എടുക്കുക. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരാഴ്ച ഒരാൾ കമ്പനിയോട് പറയാതെ കമ്പനിയിൽ നിന്ന് വിട്ടു നിന്നാൽ, അത് ഗ്രോസറി ചെറുകിട സ്ഥാപനങ്ങളായാലും കമ്പനികളായാലും, ഒരാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് ഡ്യൂട്ടിക്ക് പോയില്ല അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അബ്സ്കോണ്ടിങ് ചെയ്യാൻ റൂളുണ്ട്. പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ട് മുതലാളിമാരുമായിട്ട് എന്തെങ്കിലും പിണക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നാട്ടിൽ കളി ഉണ്ടല്ലോ, പിണങ്ങുക, ഡ്യൂട്ടിക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ വിസ ആരുടെ കീഴിലാണ് നിങ്ങളുടെ വിസ എങ്കിൽ ആ വിസയിലുള്ള ആൾക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ അവരെ കീഴിൽ ജീവിക്കുമ്പോൾ പരമാവധി നല്ല രീതിയിൽ ജീവിക്കുക, അടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക, ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നു, അടങ്ങി ഒതുങ്ങി ജീവിക്കുക, കുറേ പ്രശ്നങ്ങൾ മാറും. ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ അബ്സ്കോണ്ടിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ കാലം തന്നെ പോയി പിടിക്കാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ലീവ് എടുക്കണമെങ്കിൽ തന്നെ നിങ്ങളൊന്ന് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇമെയിലോ കമ്പനിയെ അറിയിക്കുക. ഇതാണ് 9ാമത്തെ പോയിന്റ്. 10ാമത്തെ പോയിന്റ് വെച്ചെങ്കിൽ, ഇവിടെ വരുന്ന പല ആളുകൾക്കും ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ അവസരം കിട്ടാറില്ല. ഇപ്പോൾ ഗ്രോസറി കഫ്റ്റി ചെറുകിട സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നാട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നു ജോലി ചെയ്യുന്നു. ഇന്ന് ഏതാ ദിവസം എന്ന് പോലും വെള്ളിയാഴ്ച ആകുമ്പോഴേ അറിയുള്ളൂ പല ആൾക്കാർക്കും, ശരിയല്ലേ? അങ്ങനെ ലൈഫ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും അറിയാത്തതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് ഇവിടെ ചില ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടം വരാറുണ്ട്. ഇപ്പോൾ ഈ ILO ഇൻഷുറൻസ്, അങ്ങനെ ഇൻഷുറൻസ് ഉണ്ട് എന്ന് തന്നെ ഫൈനാകുമ്പോൾ പല ആൾക്കാരും അറിയാം. അത് കമ്പനിയിലെ വ്യക്തികളാണ് ഇത് അടക്കേണ്ടത്. ഒരു മാസം, ഒരു കൊല്ലം അല്ല 2 കൊല്ലത്തിന് 126 ദിർഹംസ്. ഇത് പുതുക്കിയില്ലെങ്കിൽ എക്സ്പയർ ആയി 3 മാസം കഴിഞ്ഞാൽ 400 ദിർഹംസ് ഫൈൻ വരും. നാട്ടിൽ 10,000-ൻ്റെ അടുത്തായി. അതില്ലാണ്ടിരിക്കാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. ഇവിടുത്തെ ബേസിക് ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എല്ലാ പ്രവാസികളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഫുള്ള് പഠിക്കാൻ പറ്റില്ലെങ്കിലും ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇന്തോ അറബ് ഓൺലൈൻ അക്കാദമിയുടെ കീഴിൽ ഒരു ഓൺലൈൻ കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൊബൈലിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ ലെസൺസ് ആയിട്ട്, ഇവിടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് UAE ജോലി അന്വേഷിച്ച് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മുതൽ, ഇവിടെ ജോലി അന്വേഷിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ മുതൽ, ജോലി എങ്ങനെ ലഭിക്കും, ഓഫർ ലെറ്റർ തുടങ്ങി ഇവിടുത്തെ ലേബർ, ഇമിഗ്രേഷൻ റൂൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പൊതുവായി എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു കോഴ്സ് ഞങ്ങൾ തയ്യാറാക്കി. കോഴ്സ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് വീഡിയോസാണ്. അത് നിങ്ങൾ എല്ലാ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക, എത്ര അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തുള്ള മൊബൈൽ നമ്പറിൽ ജസ്റ്റ് കോഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. കോഴ്സ് ഇതുവരെ റെഡി ആയിട്ടില്ല, അണ്ടർ പ്രോസസ്സാണ്. റെഡി ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എത്ര ആൾക്ക് താല്പര്യമുണ്ട് എന്ന് അറിയാൻ കൂടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ തരുന്നത്. ജസ്റ്റ് കോഴ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക, ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കും. ഇത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാവണം. അശ്രദ്ധ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഇല്ലാതെയാക്കി പരമാവധി പഠിച്ചാൽ തന്ന ഈ ഒരു സിംഗിൾ ടൈം ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക. അതിനുവേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുല്ലു ആം വ അൻതും ബിഖൈർ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.